ഈ ഒരു വരവേൽപ്പ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഉള്ളതായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷമാണിത്. കാരണം ഞാൻ അവർക്ക് കൊടുക്കുന്ന സ്നേഹം അതിന്റെ 10 മടങ്ങായി തന്നെ അവർ എനിക്ക് തിരിച്ചു തരുന്ന ഈ ഒരു ധന്യ നിമിഷം ഉണ്ടല്ലോ, എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് സമ്മാനിച്ചത്. അപ്പോൾ എന്റെ ആമുഖമൊക്കെ കഴിഞ്ഞു. ഇനി ഇതിന്റെ പിന്നാമ്പറ വിശേഷം നമുക്ക് കാണാം. ഹായ്, ഞങ്ങളുടെ പാർലറിന്റെ സ്റ്റാഫ് ടൂർ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഞങ്ങളുടെ 2 ബ്രാഞ്ചിന്റെയും എല്ലാ സ്റ്റാഫുകളും ചേർന്നാണ്, ഞങ്ങളുടെ 2-3 കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റാഫ് ടൂർ വിത്ത് ഓണം സെലിബ്രേഷൻ. അപ്പം നമുക്ക് അടിച്ചു പൊളിക്കാം. എന്റെ ഈശോയെ, നീ ഒരു കുരിശിനേ ചുമന്നുള്ളൂ, ഞാൻ ഈ 22 കുരിശുകളെയും കൊണ്ടാണ് പോകുന്നത്. ഇതിന്റെ അവസാനം എന്തായി തീരുമെന്ന് കണ്ടു തന്നെ അറിയാം. ഞങ്ങൾ ഓണം സെലിബ്രേഷന് വേണ്ടി തിരഞ്ഞെടുത്തത് ഒരു ഹൗസ് ബോട്ടാണ് കേട്ടോ. ഇത് കൊല്ലത്തുനിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ അഷ്ടമുടിക്കായലാണ് കവർ ചെയ്യുന്നത്. അപ്പം എല്ലാത്തിനെയും കൊണ്ട് ഞാൻ ഇറങ്ങുകയാണ്. അടിച്ച് പൊളിച്ച് ബോട്ടും പൊളിച്ചിട്ട് ഇറങ്ങാനാണ് പരിപാടി എന്നാ പറഞ്ഞ. എന്താണെന്ന് നമുക്ക് തന്നെ നോക്കാം. ആദ്യം തന്നെ സ്ഥലത്തെ പ്രധാന യുവതിയുടെ ഒരു പ്രസംഗം, പിന്നെ ഈശ്വര പ്രാർത്ഥന. നമ്മുടെ നിഷയാണ് കേട്ടോ ഈശ്വര പ്രാർത്ഥന നടത്തിയത്. പിന്നെ എൻ്റെ 2 ബ്രാഞ്ചിന്റെ സാരഥികൾ ചേർന്ന് കേക്ക് കട്ടി. ഇതേ അവളുമാരെല്ലാം കൂടി എൻ്റെ ബ്രദറിനെ പിടിച്ച് നടുക്ക് നിർത്തി തുടങ്ങിയ ഡാൻസ്. കൂട്ടത്തിൽ ഞാനും അങ്ങ് കൂടി. കണ്ടു നിന്നാ എങ്ങനെയാ കൂടെ കൂടാതിരിക്കുന്നത്. പിന്നെ സ്പൂണും നാരങ്ങയും കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേശ്ശെ പേരെ നിർത്തി ഞങ്ങൾ അതും അവതരിപ്പിച്ചു. കൂട്ടത്തിൽ ഞാനും അങ്ങ് കയറി. പിന്നെ സുന്ദരിക്ക് പൊട്ടുതൊടിയിലുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഫ്ലോപ്പായി പോയി കേട്ടോ. കാരണം ഞാൻ കൊണ്ടുവന്ന് പൊട്ട് തൊട്ടത് മൂക്കുമേലായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഈ ഹൗസ് ബോട്ട് കോഴിവിള ചേരിക്കടവിൽ ഒതുക്കിയിട്ട് അവിടുന്ന് ഒരു ചെറിയ വള്ളം എടുത്ത് ഞങ്ങൾ കണ്ടൽക്കാട് കാണാൻ പോയി കേട്ടോ. ഈ കണ്ടൽക്കാടിന്റെ ഉള്ളിലൂടെ പോകുന്നത് ഒരു രക്ഷയില്ലാത്ത വൈബായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ആഴമൊക്കെ കുറവായതുകൊണ്ട് കുഞ്ഞുങ്ങളും വലിയവരും ആയിരുന്നാലും തന്നെ ഇറങ്ങി നിന്ന് നല്ലതുപോലെ ആസ്വദിക്കാൻ പറ്റി. ഫോട്ടോഷൂട്ട് എടുക്കാനും ഒക്കെയും പറ്റി. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ച് വീണ്ടും ഞങ്ങളുടെ ബോട്ടിലേക്ക് എത്തി. അപ്പോഴേക്കും ഞങ്ങളുടെ ഫുഡൊക്കെ റെഡി ആയിരുന്നു കേട്ടോ. വിശപ്പിന്റെ ഉൾവിളി എല്ലാവരിൽ നിന്നും പടർന്നു കേൾക്കാമായിരുന്നു. അങ്ങനെ എല്ലാവരും നല്ലതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ചു. വിശ്രമിക്കും എന്നാണ് നമ്മുടെ ഹൗസ് ബോട്ടിലെ ചേട്ടൻ വിചാരിച്ചത്. പക്ഷേ ആ ചേട്ടന്റെ കണക്കുകൂട്ടലെല്ലാം തെറ്റിച്ചുകൊണ്ട് ഞങ്ങൾ എവിടെ അടങ്ങിയിരുന്നില്ല. അപ്പൊ തന്നെ തുടങ്ങി ഡാൻസും പാട്ടും. ചേട്ടന്റെ മുഖത്ത് തന്നെ കാണാനുണ്ട് ആ ഒരു ഭാവം. അങ്ങനെ അവസാന കലാശക്കൊട്ടും കഴിഞ്ഞ് ഞങ്ങളുടെ പരിപാടി വൈൻഡപ്പ് ചെയ്യാൻ സമയമായി കേട്ടോ. ഞങ്ങളുടെ ഈ പരിപാടി വളരെ ചുരുക്കിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഞങ്ങൾ പോയ ഹൗസ് ബോട്ട്. ഈ ഹൗസ് ബോട്ടിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഈ ക്രൂസിനെ കുറിച്ച് നല്ലൊരു റിവ്യൂ തന്നെ ഇടാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് നല്ല വൈബാണ് ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ ഈ നിൽക്കുന്ന 2 പേരാണ് കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ റെഡിയാക്കി തന്ന്. ഒരു രക്ഷയില്ല. ഭക്ഷണം എന്ന് പറയുന്ന അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇത് നമ്മുടെ ജിജോ ചേട്ടനാണ് കേട്ടോ. ഈ ഹൗസ് ബോട്ടിന്റെ ഓണറാണ്. ഈ ചേട്ടന്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. ബോട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ കമന്റ് ചെയ്താൽ മതി കേട്ടോ. ദൈവമേ, പോയപ്പോ എന്തായിരുന്നു മേക്കപ്പും ഗെറ്റപ്പും. ദേ തിരിച്ചു വരുന്ന വരവ് കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥയെന്ന്. എൻ്റെ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ വേണ്ടി അവസരം ഒരുക്കി തന്ന ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ തരാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ വരുന്നത് വരെ ഓക്കെ, ബൈ ബൈ, സീ യു.